ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ലോക ചാപ്റ്റർ 1 ലോക യൂണിവേഴ്സിലേക്കുള്ള മലയാളത്തിന്റെ മാസ് എൻട്രി തന്നെയാണ്. കല്യാണി പ്രിയദർശനിലൂടെ മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോയിൻ കഥാപാത്രം ഈ ചലച്ചിത്രത്തെ അനശ്വരമാക്കിയിരിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അഭിനയം മാത്രമല്ല, ചിത്രത്തിന്റെ സാങ്കേതിക തികവും എടുത്തു പറയേണ്ടതാണ്. മനോഹരമായ ദൃശ്യഭംഗിയും ശബ്ദവും തകർപ്പൻ സംഘടനവും എല്ലാം ഒത്തുചേർന്ന മെഗാ ബജറ്റ് ചിത്രമായ ലോക ചാപ്റ്റർ 1ലെ കാമിയോ റോളുകൾ പ്രേക്ഷകരെ ഞെട്ടിക്കുമെന്ന് ഉറപ്പാണ്. ഇതൊരു തുടക്കം മാത്രമാണെന്ന് അവ ഓർമ്മപ്പെടുത്തുന്നു. കാലം സാങ്കേതിക വിദ്യയിൽ സൃഷ്ടിച്ച വിശാലമായ സാധ്യതകളെ കൃത്യമായി ഉപയോഗിക്കുകയും സ്വാഭാവികത നഷ്ടപ്പെടാതെ പുതുമയോടെ കഥ അവതരിപ്പിക്കുകയും ചെയ്തതിൽ സംവിധായകൻ ഡൊമിനിക് അരുണും കൂട്ടരും വിജയിച്ചുവെന്നത് നിസ്തർക്കമാണ്. കഥയുടെ കടലാഴത്തിലേക്ക് ഓളിയിട്ടിറങ്ങുന്ന വിരസത തൊട്ടു തീണ്ടാത്ത ഫസ്റ്റ് ഹാഫും ആവേശം നിറച്ച സെക്കൻഡ് ഹാഫും കൺചിമ്മാതെ ഈ മായിക ലോകം കണ്ടിരിക്കാൻ പ്രേക്ഷകരെ പ്രേരിപ്പിക്കും. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ നമുക്ക് മുന്നിലേക്ക് വന്നെത്തുന്ന ഒരു തീയിൽ നിന്നും കുതിച്ചു ചാടി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഒരുപാട് നിഗൂഢതകളുമായാണ് ചന്ദ്ര വന്നു വീഴുന്നത്. ആരാണവൾ? സുന്ദരിയും വൈഡൂര്യ കണ്ണുകളുമുള്ള ചന്ദ്ര ആരായിരിക്കും? ഈ നഗരത്തിലവൾ ആദ്യമാണ്. അവളെക്കുറിച്ചുള്ള അന്വേഷണം ഒരുപാട് രസകരമായ സന്ദർഭങ്ങളാണ് നമുക്ക് മുന്നിൽ നിരത്തുന്നത്. അതിനിടെ വന്നു ചേരുന്ന അമാനുഷിക അനുഭവങ്ങൾ ചന്ദ്ര ആരാണെന്നതിന് ഉത്തരം നൽകുന്നു. ഫ്ലാഷ് ബാക്കുള്ള അവളുടെ കഥയ്ക്ക് ചോരയുടെ ഗന്ധമുണ്ട്. ആരുമില്ലാത്തവർക്ക് ദൈവമായി വർത്തിക്കാൻ അയച്ച പെണ്ണാണ് ചന്ദ്ര. പാലമരവും പാലപ്പൂക്കളും ഇഷ്ടപ്പെടുന്ന, രക്തത്തോട് ഭ്രമമുള്ള, സ്നേഹിക്കുന്നവരെ സ്വന്തമെന്ന് കരുതുന്ന, അവർക്കായി കരുതലൊരുക്കുന്ന ചന്ദ്ര. അവൾ മാത്രമല്ല, അവരൊരുപാട് പേരുണ്ട്. അവർക്കെല്ലാം ഒരു മൂത്തോനുണ്ട്. ഹൃദ്യമായ സൗഹൃദത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥ കൂടിയാണ് ലോക. കഥകളും കഥാപാത്രങ്ങളും ഒത്തുപോലെ കോർത്തുവച്ചിരിക്കുന്ന ലോക ചാപ്റ്റർ 1 ചന്ദ്രയ്ക്കായി ഏറെ പ്രതീക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നത്. എന്നാൽ സിനിമ കണ്ടിറങ്ങിയ ശേഷം ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ അടുത്ത ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലേക്കാണ് അത് നമ്മെ കൂട്ടിക്കൊണ്ടു ചെല്ലുന്നത്. ലോകയുടെ മാന്ത്രികത അനുഭവിച്ചറിയാൻ തിയേറ്റർ തന്നെ തിരഞ്ഞെടുക്കണം. അത് തരുന്ന മാന്ത്രികതയുടെ വലയത്തിൽ കുരുങ്ങിക്കിടക്കണം. അപ്പോൾ കണ്ണിലും ഉള്ളിലുമെല്ലാം സാങ്കല്പികതയുടെ മായാലോകം അടരടരായി തെളിയുന്നത് കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി മാക്സ്.